നമസ്തേ. ചന്ദനം തൊടുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ്. അന്ധവിശ്വാസത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ചന്ദനം. ആണ് പലരും ചന്ദനം മാറ്റി കളയും പുറത്തേക്ക് പോകുമ്പോൾ. ഒരു നാണക്കേട് പോലെയാണ്. അതൊരു മതവിശ്വാസമാണ്. അജ്ഞാനികളാണ് ചന്ദനം തൊടുന്നത് എന്നാണ് പൊതുവെ ഇപ്പോൾ ഒരു ധാരണ. ചന്ദനം തൊട്ടാൽ അതെന്തോ വലിയ തെറ്റാണ്, ഒരു ക്രൈം ചെയ്ത പോലെയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വെട്ടിയാലും കൈവശം വെച്ചാലും ശിക്ഷാർഹമാണ്. എന്താണെന്നറിയാം? പെത്തഡീനും ബ്രൗൺ ഷുഗറും ഒന്നുമല്ല ചന്ദനം. കാരണം എന്താണെന്നറിയാം? അത് അത്രയും വലിയ മെഡിസിനാണ്. ചതി ആഹ്ലാദിപ്പിക്കുന്നത് ചന്ദനം. ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധ ദ്രവ്യം ചന്ദന തൈലമാണ്. വില ലിറ്ററിന് 5 ലക്ഷം രൂപ. അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്? അന്ധവിശ്വാസത്തിൻ്റെ വിലയാണോ ഇത്? ചന്ദനമരമാണ് ഏറ്റവും വില കൂടിയ വൃക്ഷങ്ങളിലൊന്ന്. അറിയൂ, അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണോ അതിന് വില കൂടിയിരിക്കുന്നത്? ഇത്രയും വലിയ ഔഷധ ഗുണമുള്ളത് കൊണ്ടാണ് അതിന് ഇത്രയും വില. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണം എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. നമ്മൾ കൈവശം വെച്ചാൽ, അല്ലെങ്കിൽ ആ വൃക്ഷം നട്ട് പരിപാലിച്ചവന് വെട്ടാനുള്ള അധികാരമുള്ളത് ഇല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കും. നമ്മൾ ചന്ദനം നട്ട് വളർത്താം, പക്ഷേ വെട്ടണമെങ്കിലോ ഫോറസ്റ്റിൻ്റെ അനുമതി വേണം. അനുമതി മാത്രം മതിയോ? അതവർ കൊണ്ടുപോവുകയും ചെയ്യും. അത് വെട്ടിയാലോ അത് വിൽക്കാൻ ശ്രമിച്ചാലോ കൈവശം വെച്ചാലോ എന്തായിരിക്കും? ശിക്ഷാർഹമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ, അതിൻ്റെ വില, അതിൻ്റെ ഔഷധ ഗുണം എത്ര വലുതായിരിക്കുമെന്നും സാമാന്യം നമുക്ക് ചിന്തിക്കണ്ടേ? ചന്ദന കള്ളക്കടത്ത് അതായിരുന്നു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത്. ഈ തടി കള്ളക്കടത്ത് നടത്തണമെങ്കിൽ അതിന് എത്രമാത്രം വിലയുണ്ട്, എത്രമാത്രം ഔഷധ ഗുണമുണ്ട് അല്ലേ? ആ ചന്ദനം നമ്മൾ തിരുനെറ്റിയിൽ ലേപനം ചെയ്താൽ അത് അന്ധവിശ്വാസമാണോ? ആണോ? ആ ചന്ദന മരത്തിൻ്റെ കാതലോളം കാതലായിട്ടുള്ള ഒന്നും ഇവിടെ കാവലായിട്ടില്ല. മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, മനുഷ്യൻ്റെ സൗന്ദര്യത്തിന്. ഭാരതത്തിലെ വൃക്ഷങ്ങളുടെ ദൈവം അത് ചന്ദനമാണ്. വെറുതെ ദൈവം എന്ന് പറയുന്നതല്ല. പഴയകാലത്ത് ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കരിങ്കല്ലിലോ ചാണക്കല്ലിലോ ചന്ദനമുട്ടി ഉരച്ച് പ്രസാദമായിട്ട് നമുക്ക് നെറ്റിയിൽ തൊടാനായിട്ട് തരും. അപ്പോൾ അത് പരിശുദ്ധമായിരിക്കുന്ന ജലം ചേർത്ത് ആ വൈഷ്ണവ ശക്തിയുടെ ഏറ്റവും വലിയ കാതലായിരിക്കുന്ന ആ ചന്ദനം അരച്ച്, ആ ശൈവശക്തിയായിരിക്കുന്ന ആ കരിങ്കല്ലിൽ അരച്ച് അത് നമുക്ക് പ്രസാദമായി തരും. അമ്പലത്തിൽ ചെല്ലുമ്പോൾ എന്താണ് പ്രസാദമായി കിട്ടുന്നത്? പ്രഥമ പ്രസാദം തീർത്ഥമാണ്, ജലമാണ്. ആ ക്ഷേത്ര കിണറ്റിലെ ജലം എങ്ങനെയുള്ളതാണ്? തേൻ സമാനമാണ്. സർവ്വരോഗത്തെയും നിവാരണം ചെയ്യുന്നതാണ്. രോഗവൈരിയാണ് ആ കിണറ്റിലെ വെള്ളം. ക്ഷേത്രക്കുളത്തിലെ ആ തീർത്ഥം, ആ തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രദേശം. ജലത്തിൻ്റെ മായയായിരിക്കുന്ന നമ്മൾ ആ തീർത്ഥസ്ഥാനത്തേക്ക് എത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നല്ല തീർത്ഥത്തിന് വേണ്ടിയിട്ട്. ഒരു പ്രദേശത്തെ ഖണ്ഡനിരൂപണം ചെയ്ത് തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ട് നല്ല മണ്ണിനെയും നല്ല ജലത്തെ, നല്ല വായുവിനെയും നല്ല അഗ്നിയെയും നല്ല ആകാശത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയ തേൻ സമാനമായിട്ടുള്ള ജീവനെ നിലനിർത്തുന്ന, ജീവനായി മാറുന്ന ആ ജലത്തെ പ്രസാദമായി കൊടുക്കുകയാണ്. പ്രഥമ പ്രസാദം തീർത്ഥമാകും. രണ്ടാമത്തെ പ്രസാദം എന്താണ്? ചന്ദനമാണ്. വൈഷ്ണവ ശക്തിയുടെ കാതലാണ്, ഏറ്റവും വില കൂടിയ കാതലാണ് ചന്ദനം. ആ ചന്ദനം എന്താണ്? അത് മണ്ണാണ്. മണ്ണെന്താണ്? അത് ശിവനാണ്. ജലം എന്താണ്? അത് പാർവതിയാണ്. മണ്ണും ജലവും ചേരുമ്പോഴെന്താണ്? അത് മഹാദേവനാണ്. ആ മഹാദേവനെ ചേർത്ത് വെക്കുന്ന വൈഷ്ണവ ശക്തി എന്താണ്? അത് ഹരിതലോകമാണ്, അത് ഹരിയാണ്, അത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ കാവലായി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും മൂല്യമുള്ളതായിരിക്കുന്ന ആ ചന്ദനം പാർവതിയായിരിക്കുന്ന ജലത്താൽ, ശൈവശക്തിയായിരിക്കുന്ന ആ മണ്ണ്, ജലമായിരിക്കുന്ന പാർവതിയാൽ, വൈഷ്ണവശക്തിയുടെ വൈഭവത്താൽ അരച്ച് ലേപനമായിട്ട് നമുക്ക് പ്രസാദമായി തരുമ്പോൾ അതിൽ വൈഷ്ണവ ശക്തിയാൽ ചേർത്ത് വെച്ചിരിക്കുന്ന ശിവനും പാർവതിയും തന്നെയാണ് ആ പ്രസാദം. നമുക്ക് ലഭിക്കുന്ന പ്രസാദം ചന്ദനമെന്ന് പറഞ്ഞാൽ ശൈവശക്തിയാണ്, ശിവനാണ്. ഏറ്റവും നല്ല മണ്ണ് ആ ചന്ദനമാണ്. ലോകത്തിൽ അതിനേക്കാൾ വാല്യൂ ആയിട്ടുള്ളൊരു മണ്ണില്ല. അപ്പോൾ ഏറ്റവും നല്ല ആ മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വെച്ച്, പാർവതിയെ ചേർത്ത് വെച്ച്, ഏറ്റവും നല്ല ശിവത്വത്തിലേക്ക് ആ പാർവതിയെ ചേർത്ത് വെച്ച് വൈഷ്ണവ ശക്തിയുടെ ഏറ്റവും കാതലായി നിൽക്കുന്ന ഔഷധമായിരിക്കുന്ന
ആ ചന്ദനത്തെ പ്രസാദമായി നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ അന്ധവിശ്വാസികളാണോ? ധരിക്കുമ്പോൾ നമ്മൾ എന്താണ്? അന്ധവിശ്വാസികളാണോ? ദൈവശാസ്ത്രവിശ്വാസികളാണോ? എന്തായിരിക്കും നമ്മൾ? നമ്മളുടെ മഹാദേവൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദേവതാ സങ്കല്പം മഹാദേവനാണ്. ആ മഹാദേവനെ തന്നെയാണ് നമ്മൾക്ക് പ്രസാദമായി കിട്ടുന്നത്. നമ്മളുടെ ദേഹത്തിന് കാരണമായിരിക്കുന്ന ഈ ശൈവനിലയമായിരിക്കുന്ന ഈ പ്രോട്ടോണിൻ്റെ അല്ലെങ്കിൽ സ്ഥൂലകണത്തിൻ്റെ ഏറ്റവും വില കൂടിയ ആ അംശമാണ് നമുക്ക് പ്രസാദമായി കിട്ടുന്നത്. അത് ശിവത്വം തന്നെയാകുന്നു. അത് പാർവതിയോട് ചേർന്നാകുന്നു. അത് വൈഷ്ണവ ശക്തിയാലാകുന്നു. അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഭാരതം ലോകത്തിന് മുന്നിൽ ഈ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലേക്ക് വെച്ച് നീട്ടിയിരിക്കുന്നത്. എങ്ങോട്ട്? നമ്മുടെ കൈക്കുമ്പിളിലേക്ക്. അത് നമ്മളുടെ തിരുനെറ്റിയിൽ തൊടുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണം എത്ര വലുതാണ് എന്ന് നമുക്ക് സാധാരണ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അത്രയും രോഗവൈരിയായിട്ടുള്ള ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യമാണ് ചന്ദനം. ദ്രവ്യമാണ് ദൈവം. അതിൻ്റെ ഏറ്റവും ദിവ്യമായിരിക്കുന്ന ദ്രവ്യഭാവം ഏതാണ്? ദ്രവ്യം ദൈവമാകുന്നു. ദ്രവ്യം നിങ്ങളെ രക്ഷിക്കട്ടെ. അപ്പോൾ ഏറ്റവും നല്ല ദ്രവ്യം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചന്ദനത്തിൻ്റെ രൂപത്തിലാണ്. ഏറ്റവും വില കൂടിയ ദ്രവ്യത്തെയാണ് നമ്മളുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് തരുന്നത്. ഏറ്റവും നല്ല ശിവത്വത്തെയാണ്, ഏറ്റവും നല്ല പാർവതിയെയാണ്, ഏറ്റവും വൈഷ്ണവ ശക്തിയായിരിക്കുന്ന ആ വൈഭവത്തെയാണ് നമുക്ക് പ്രസാദമായിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രവിശ്വാസികളാകും. ഇല്ലെങ്കിലോ നമ്മൾ അന്ധവിശ്വാസികളാകും. അപ്പോൾ കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രസാദങ്ങൾ ഉണ്ടാക്കും. അത് നമ്മളെ പ്രസാദിപ്പിക്കുകയില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഉള്ള പ്രസാദവും കൂടി ഇല്ലാതാക്കും. സർവ്വ അനർത്ഥങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ അർത്ഥത്തെ അറിഞ്ഞ് അനർത്ഥത്തെ നീക്കുവാൻ പ്രാപ്തിയുള്ളവരായിട്ട് നമ്മൾ മാറും. നമ്മളുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സർവ്വ അർത്ഥത്തെയും അറിഞ്ഞാചരിക്കുമ്പോൾ അത് എല്ലാ തരത്തിലും അർത്ഥത്തെയും അനർത്ഥത്തെ നീക്കും. അപ്പോൾ നമുക്ക് അഭിമാനമുണ്ടാകും ചന്ദനം തൊടുന്നത് കൊണ്ട്. ഇത്രയും നല്ല ചന്ദനം എവിടെയാണ് കിട്ടുന്നത്? അത് ക്ഷേത്രങ്ങളിലാണ് കിട്ടുന്നത്. ഇന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇന്ന് എന്ത് ചന്ദനമാണ് നമുക്ക് കിട്ടുന്നത്? അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ചതി ആഹ്ലാദിപ്പിക്കുന്ന ചന്ദനം. അതിൻ്റെ ഗുണവും കൂടി ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് ഈ വീഡിയോ നിർത്താം. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചന്ദനം ഉപയോഗിക്കണം. നമ്മളെ അന്തിപ്പിക്കുന്ന, നമ്മളുടെ അന്ത്യം കുറിക്കുന്നതല്ല ചന്ദനം, നമ്മളെ അന്തിപ്പിക്കുന്ന, നമ്മളെ അത്ഭുതം ജനിപ്പിക്കുന്ന അത്രയും വലിയ ഔഷധ ഗുണമുള്ള ഏറ്റവും വലിയ ദ്രവ്യം അത് ചന്ദനമാണ് എന്ന് നമ്മൾ അറിഞ്ഞാലും, അത് ചന്ദനമാണ് എന്ന് നമ്മൾ അറിഞ്ഞാലും, അതിനെ പ്രസാദമായി സ്വീകരിച്ചാലും അത് നമ്മളുടെ അജ്ഞതയെ നീക്കുന്ന ഔഷധവും കൂടിയാണ്. കാരണം എന്താണ്? അതിൻ്റെ ഔഷധ ഗുണത്തോളം വരുന്ന മറ്റൊന്നും ഇന്ന് വരെയും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഉണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് വില കുറയണ്ടേ? ചന്ദനക്കള്ളക്കടത്ത് നിർത്തണ്ടേ? നമുക്ക് വെട്ടാൻ പറ്റണ്ടേ? നമ്മുടെ തൊടിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം നമുക്ക് വെട്ടാൻ കഴിയണ്ടേ? അതിനെ കൈവശം വയ്ക്കാൻ അനുവാദമുണ്ടോ? അതിനെ കൈമാറാൻ അവകാശമുണ്ടോ? ആ അവകാശമില്ലെങ്കിൽ അതിൻ്റെ വില എന്താണ്? അത് തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ അഭിമാനത്തോടു കൂടി ചന്ദനം ധരിക്കുന്നവരായിരിക്കണം. നമുക്ക് ചന്ദനം പുകയ്ക്കാൻ, മുടിക്ക് നല്ലതാണ്. ചന്ദനം നല്ല ഔഷധമാണ്. അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാം, RSSന് നല്ലതാണ്. എന്തെല്ലാം രീതിയിലാണ് ചന്ദനം ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഇതെല്ലാം അന്ധവിശ്വാസത്തിൻ്റെ പട്ടികയിൽ തള്ളിക്കളയാണ്. ഭാരതീയമായ ദർശനങ്ങളെ പുച്ഛിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഈ ആഘോഷം എവിടെ വരെയാണ് എത്തുന്നത്? അപ്പം നമുക്ക് ചന്ദനത്തിൻ്റെ കുറച്ച് ഗുണവും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ചന്ദനം ലേപനം ചെയ്താൽ തലവേദന കുറയും, നന്നായിട്ട് ഉറക്കം കിട്ടും. അതുപോലെ തന്നെ പുളിച്ചത് കിട്ടല്ലേ, സ്ത്രീകളുടെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മുഖക്കുരു, ചൂടുകുരു, ശരീരത്തിനുണ്ടാകുന്ന, സ്കിന്നിനുണ്ടാകുന്ന അലർജി, ഇതിനെല്ലാം ഏറ്റവും വലിയ മെഡിസിൻ ചന്ദനമാണ്. നല്ല ഒന്നാന്തരം അണുനാശിനിയാണ് ഈ സാൻഡൽവുഡ്. ക്ഷീണം, ശോഷം, കഫം, പിത്തം എന്നിവയ്ക്കൊക്കെ ഏറ്റവും നല്ല മെഡിസിനാണ്. അതുപോലെ തന്നെ രക്തശുദ്ധി, മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ചന്ദനമാണ്. അല്പം കയ്പും ചവർപ്പോട് കൂടിയിട്ടുള്ള രസത്തിൻ്റെ പാർവതിയുടെ ഏറ്റവും വലിയ വൈഭവം. പക്ഷേ ഗന്ധഗുണത്താൽ ശിവൻ്റെ ഏറ്റവും വലിയ മാജിക്. അതാണ് ഈ ചന്ദനത്തിൻ്റെ ഗുണം. ഗന്ധഗുണം എവിടെ നിന്നാണ് ജനിക്കുന്നതെന്നറിയാം? അത് മണ്ണിൻ്റെ ഗുണമാണ്, ശിവത്വത്തിൻ്റെ ഗുണമാണ്, ഈ ശൈവനിലയത്തിൻ്റെ ഗുണമാണ്. രസമോ അത് ജലത്തിൻ്റെതാണ്, പാർവതിയുടേതാണ്. അപ്പോൾ മണത്തിന് കാരണം എന്താണ്? ഈ മണ്ണാണ്, ശിവനാണ്. രസത്തിന് കാരണം എന്താണ്? ഈ ജലമാണ്, പാർവതിയാണ്. ആ രസവും മണവും
അത് ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചോദിച്ചാൽ ആ രസവും മണവും ചേർന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാൻ, സൗന്ദര്യത്തെ സംരക്ഷിക്കുവാൻ, ആരോഗ്യത്തെ നിലനിർത്തുവാനായിട്ട് ഏറ്റവും നല്ല ഔഷധം. അതിനേക്കാൾ മേലെ ഒരു ചെടി വേറെയില്ല എന്ന് തന്നെ പറയാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ്. വ്രണം, പനി, നേത്രരോഗം, അതുപോലെ തന്നെ വിഷാദം, ഉത്സാഹത്തെ തൊട്ട പോലെയാണ് ചന്ദനത്തിൽ തൊട്ടാൽ. നമ്മളെ ശരിക്കും പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരും. എത്ര രോഗാവസ്ഥയിലും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള രോഗദയങ്ങളെ അകറ്റുവാനായിട്ട് ഇത്രയും നല്ല മെഡിസിൻ വേറെയില്ല. എത്ര വർണ്ണിച്ചാലും നമ്മുടെ ഈ ചന്ദനത്തിൻ്റെ ഗുണം തീരില്ല. അത്രയും വിലപ്പെട്ടതാണ് ചന്ദനം. നമ്മുടെ ഹൃദയരോഗത്തെ പോലും ഇല്ലായ്മ ചെയ്യുന്ന, ഹൃദ്യമായ സുഗന്ധത്തെ ഏകുന്ന, സുഗന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതാണ് സുഗന്ധം. ആ സുഗന്ധത്തെ ഏകുന്ന ഈ ചന്ദനത്തെ നമ്മൾ ഇനി കാണേണ്ടത് എങ്ങനെയായിരിക്കണം? ഏറ്റവും നല്ല മെഡിസിനായിട്ടാണ്. ഇതിന് പകരം വേറെ ഏതെങ്കിലും ഉണ്ടോ? ശാസ്ത്രം എത്ര വളർന്നാലും ചന്ദനത്തിന് മേലെ വയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും വൃക്ഷമുണ്ടോ? നമ്മുടെ നാട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് ലേപനം ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അകത്ത് കഴിക്കാൻ പറ്റുന്ന, പൊടിക്കാൻ പറ്റുന്ന, വെള്ളത്തിൽ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ല ഒരു ഔഷധം ആ പ്രസാദമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ അത് അന്ധവിശ്വാസമാണോ അതോ ശാസ്ത്രവിശ്വാസമാണോ? നമ്മളിന്ന് ജീവിക്കേണ്ടത് ശാസ്ത്രവിശ്വാസത്തിലാണ്. ഭാരതം ശാസ്ത്രത്തിലാണ് വിശ്വസിക്കുന്നത്, മതവിശ്വാസങ്ങളിലല്ല, മതങ്ങളിലല്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ മതിലുകളും എന്തല്ല? മതത്തിൻ്റെ മതിൽക്കകങ്ങളല്ല, ശാസ്ത്രത്തിൻ്റെ മതങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടങ്ങളായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിനെ നമ്മളുടെ അറിവ് കൊണ്ട് പരിപാലിക്കേണ്ടതുണ്ട്, ക്രമപ്പെടുത്തേണ്ടതുണ്ട്, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അർത്ഥത്തെ തിരിച്ച് എത്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അന്ധവിശ്വാസികളുടെയും നാസ്തികവാദികളുടെയും അരാജകവാദികളുടെയും കയ്യിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ പുതുതലമുറയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ചന്ദനവൃക്ഷങ്ങളെ സ്നേഹിക്കുക, അവയെ പരിപാലിക്കുക. നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ കരുത്തുള്ളതാക്കാനായിട്ട്, കർമ്മശേഷിയുള്ളതാക്കാനായിട്ട്, ജ്ഞാനശേഷിയുള്ളതാക്കാനായിട്ട്, ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുവാനായിട്ട്, ഉത്സാഹത്തെ ജനിപ്പിക്കുവാനായിട്ട്, നമുക്ക് ഉയരേകുവാനായിട്ട് ഏറ്റവും വില കൂടിയ ദ്രവ്യസുഗന്ധം. നമ്മൾ പറയില്ലേ ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. ദ്രവ്യമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ ദൈവമാണ് ദ്രവ്യം. നമ്മളുടെ ജീവനെ രക്ഷിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദ്രവ്യമാണ് ദൈവം. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഏറ്റവും നല്ല വില കൂടിയ ഐശ്വര്യത്തേകുന്ന ഈശ്വരീയത്വമുള്ള ആ ദ്രവ്യമാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത്. അത് ഏറ്റവും വില കൂടിയതാണ്. അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ദ്രവ്യം നമുക്കിന്നില്ല. അത്രയും വിലയുള്ള ആ ദ്രവ്യം, അതിൻ്റെ സംസ്കൃതത്തിലെ പേര് തന്നെ ശ്രീകണ്ഠം, ഹിമ, സീതം, ശീതം എന്നൊക്കെയാണ്. ആ ഹിമയുടെ വൈഭവത്താൽ വൈഷ്ണവ ശക്തി ചേർത്ത് വെച്ചിരിക്കുന്ന ആ ശിവവൈഭവത്താൽ ജനിച്ച ഏറ്റവും വലിയ ദ്രവ്യം, അത് നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ ഉപയോഗിക്കുക. ആ ദ്രവ്യശുദ്ധി, ആ ദൈവശക്തി നിങ്ങളെ രക്ഷിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ ഊഴിക്കരോട്ട്.